യോഗ പഠിക്കുവാൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെല്ലുമ്പോൾ ആ ഗുരു നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായമാണ്. ശരീരത്തിന് ഉള്ള പ്രായമല്ല, ആന്തരിക അവയവങ്ങൾക്കുള്ള പ്രായമല്ല, മനോമയ കോശത്തിൻ്റെ പ്രായം എന്താണെന്ന്, മനസ്സിൻ്റെ സഞ്ചാരം, ആ വ്യക്തിയുടെ മാനസിക നില എവിടെയാണ് നിൽക്കുന്നതെന്നാണ് ഗുരു നോക്കുന്നത്. അവിടുന്നാണ് യോഗ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ സഞ്ചാരം, മനസ്സിൽ വരുന്ന ചിന്തകളെ ഗുരു മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് എവിടെ എന്ത് ചെയ്താൽ, ഏത് രീതിയിൽ ചെയ്താൽ അത് ശരിയാകും, എവിടുന്ന് യോഗ തുടങ്ങണം എന്ന് മനസ്സിലാകും. ഇതാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. അത് നല്ലൊരു പഠനമുള്ള, നന്നായിട്ട് യോഗ പരിശീലിച്ച ഒരു ഗുരു നിരീക്ഷിച്ചാൽ, ഒരു വ്യക്തിയെ നിരീക്ഷിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മനോമയ കോശത്തിൻ്റെ എന്തുമാത്രം വ്യാപ്തിയിലാണ്, അല്ലെങ്കിൽ എത്രമാത്രം ലഘുവായിട്ടാണ് ആ മനസ്സ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ സംസാരം, ഓരോ വാക്കിലും അദ്ദേഹത്തിൻ്റെ ആനന്ദം എത്രയുണ്ടെന്ന്, ആനന്ദമയ കോശത്തിൻ്റെ അളവും മനസ്സിലാവും. ഈ തരത്തിലാണ് ഒരു ഗുരു നമ്മളെ, ഒരു യോഗ വിദ്യാർത്ഥിയെ നോക്കുന്നത്. ഇത് മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുകയും ഈ നമുക്ക് ആനന്ദമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണ് നമ്മുടെ സംസ്കാരം നിൽക്കുന്നത് എന്ന്, എങ്ങനെ ആകുന്നത് എന്ന് പറഞ്ഞാൽ, പുറത്തു നിന്നുള്ള എന്തെങ്കിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം പ്രകൃതിയിലുള്ള എന്ത്, മഴ പെയ്താൽ ഇൻഫ്ലുവൻസ് ചെയ്യുമോ, കാറ്റടിച്ചാൽ ഇൻഫ്ലുവൻസിങ് ഉണ്ടോ, ഈ തരത്തിൽ നമ്മൾ നോക്കണം പ്രകൃതിയിൽ. അതുപോലെ തന്നെ ജീവികളിൽ നോക്കണം. ഏതെങ്കിലും ജീവി, ഒരു പക്ഷി വന്ന് കുയിൽ കൂവുമ്പോൾ നമുക്ക് എന്തിലാണ്, നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൃഗത്തെ കാണുമ്പോൾ, പൂച്ചയെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ്. ഇങ്ങനെ വ്യക്തികളിലൂടെ, വ്യക്തികൾ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മുടെ അമ്മ, അച്ഛൻ, മുത്തച്ഛൻ, മുത്തശ്ശി, അങ്ങനെ നമ്മുടെ അയൽപക്കംകാർ, ഈ ലോകം, ഈ ഭൂമി, ഇതൊക്കെ ഇവരോട് ഈ സമൂഹം എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കണം. അതായത് നമ്മൾ അവരെ കണ്ണു തുറന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ അവരിലൂടെ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ഇതാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഈ ചിന്താരി, ഇതാണ് ഒരു മാനദണ്ഡം, ഇതാണ് സ്കെയില്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇതുപോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന, ഓർമ്മകളായിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഇതിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്നും, ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ഇത് നമ്മളെടുത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത്. പഴയ അനുഭവവുമായിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന വിഷയമായിട്ട് താരതമ്യം ചെയ്തിട്ട് അതിൽ നിന്നൊരു അർത്ഥമുണ്ടാക്കി നമ്മൾ വീണ്ടും സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ജീവിതം. അപ്പോൾ ഈ മനോമയ കോശത്തിലെ ഉള്ളടക്കങ്ങൾ, ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന, സമൂഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കുന്ന ആ വിഷയങ്ങളെ അളന്ന് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും, നമ്മളിപ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന വിഷയങ്ങളുമായിട്ട് നമ്മൾ താരതമ്യ പഠനം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഇതും കൊണ്ട് നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുമോ?